ഹലോ ഫ്രണ്ട്സ്, കലവറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോവിഡ് വാക്സിനേഷനെ കുറിച്ചാണ്. കോവിഡ് വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. കലവറയുടെ ഇന്നത്തെ വീഡിയോ ഒരു ജനറൽ ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇനി വാക്സിനേഷൻ എടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്നവർ, വാക്സിനേഷന് രജിസ്റ്ററൊക്കെ ചെയ്യാൻ പോകുന്നവർ ഈ വീഡിയോ എന്തായാലും കാണുക. രജിസ്ട്രേഷന് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും ഈ വീഡിയോ. കോവിഡിൻ്റെ വാക്സിനേഷൻ ഇപ്പോൾ ജനറലി ഹെൽത്ത് വർക്കേഴ്സിന്, പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ വോളണ്ടിയേഴ്സ്, പിന്നെ ഇപ്പോൾ കറൻ്റ്ലി സീനിയർ സിറ്റിസനാണ് വാക്സിനേഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് വാക്സിനേഷന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് സൈറ്റ് ഉണ്ട്, കോവിൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് മുഖേന നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ ആരോഗ്യ സേതു ആപ്പ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ, അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് ഈ വാക്സിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിന്ന് ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ കോവിഡ് വാക്സിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് കോവിൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് മുഖേന നമുക്ക് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് മൊബൈൽ നമ്പറും നമ്മുടെ ആധാർ കാർഡുമാണ് വേണ്ടത്. മൊബൈൽ നമ്പറിലോട്ടൊരു OTP വരും, അങ്ങനെയാണ് രജിസ്റ്റേർഡ് ആവുന്നത്. ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് നിയർലി 4 ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും വാക്സിനേഷൻ. അപ്പോൾ ഈ സീനിയർ സിറ്റിസനുള്ള വാക്സിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്നത് നമ്മൾ ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ ആയിരിക്കും. അപ്പോൾ ആ വാക്സിനേഷന് വേണ്ടി നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കിയാലോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, കമോൺ. ഫോണിലായാലും സിസ്റ്റത്തിലായാലും നമ്മുടെ ഇൻ്റർനെറ്റ് ബ്രൗസർ എടുക്കുക. അതിൽ നമുക്ക് കോവിൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. കോവിൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഗവൺമെൻറ് സൈറ്റിൻ്റെ റെഫറൻസ് വരും. ഫസ്റ്റ് സെർച്ച് റിസൾട്ട് തന്നെയാണ് കോവിൻ പോർട്ടൽ. cowin.gov.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റാണ്. സൈറ്റ് എടുക്കുക. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ വെബ്സൈറ്റാണ്. ലാർജസ്റ്റ് വാക്സിൻ ഡ്രൈവ് കോവിൻ്റെ സൈറ്റിൽ തന്നെ നമുക്ക് അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലൊക്കേഷൻ വെച്ചിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വാക്സിനേഷൻ സെൻറ്റർ. നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ രജിസ്റ്റർ യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മറ്റൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. രജിസ്റ്റർ ഓർ ലോഗിൻ ഫോർ വാക്സിനേഷൻ എന്ന് ചോദിക്കുന്ന ഒരു പേജാണ്. അതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഗെറ്റ് OTP എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലോട്ട് ഒരു OTP വരും. അപ്പോൾ ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ ഫോണിലോട്ട് OTP വന്നിട്ടുണ്ട്. ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുള്ള വെരിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മറ്റൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോ ID പ്രൂഫ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഏതാണ്, ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ ആധാർ കാർഡോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആ ID കാർഡും വെച്ചിട്ടാണ് നമ്മൾ വാക്സിനേഷന് ചെല്ലേണ്ടത്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കാർഡ് കൊടുക്കുക. ആ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കണം. ഏത് ഫോട്ടോ ID കാർഡാണോ നമ്മൾ കൊടുക്കുന്നത് അതിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ പേരും അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ജെൻഡർ ഡീറ്റെയിൽസ്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇയർ ഓഫ് ബർത്തും ആണ് കൊടുക്കേണ്ടത്. കറൻ്റ്ലി ഇപ്പോൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 45 വയസ്സിന് മുകളിലുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്കും ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാം. അത് അവർ സ്പെസിഫൈ ചെയ്യണം എന്താണ് കാര്യം എന്നുള്ളത്.
ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുള്ള ഒരു പേജിലേക്ക് ചെല്ലും. അതിലാണ് ഷെഡ്യൂൾ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവുക. നമ്മുടെ വാക്സിനേഷൻ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷനാണത്. ആ ഷെഡ്യൂൾ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ തൊട്ടടിയിലായിട്ട് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. ബുക്ക് അപ്പോയിൻമെൻറ്റ് ഫോർ വാക്സിനേഷൻ എന്ന് പറഞ്ഞ ഒരു പേജാണ് വരിക. അതിൽ നമുക്ക് പിൻകോഡ് വഴി സെർച്ച് ചെയ്യാം നമ്മുടെ നിയറസ്റ്റ് വാക്സിനേഷൻ സെൻറ്റർ. പിൻകോഡ് വഴി സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വാക്സിനേഷൻ സെൻറ്റർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കൊടുക്കാം. അതായത് നമ്മുടെ ഡിസ്ട്രിക്റ്റ് കൊടുത്തിട്ട് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ നിയറസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സെൻറ്റേഴ്സ് കണ്ടെത്താൻ സാധിക്കും. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ തൃശ്ശൂരത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ അവൈലബിൾ ആയിട്ടുള്ള വാക്സിനേഷൻ സെൻറ്റേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് അടിയിൽ കാണിച്ചു തരും. നിങ്ങൾക്ക് എത്തിച്ചേരാൻ എളുപ്പം ഏതാണോ ആ സെൻറ്ററുകൾ നോക്കിയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അത് നിങ്ങൾ ഓക്കെ കൊടുക്കുക. പെയ്ഡ് ആയിട്ടുള്ളതും നോൺ പെയ്ഡ് ആയിട്ടുള്ള സെൻറ്ററുകളുണ്ട്. പെയ്ഡ് ആയിട്ടുള്ളതിൻ്റെ നേരെ പെയ്ഡ് എന്ന് കാണിക്കും. അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. അവിടെ നിയർലി 250 റുപ്പീസാണ് ചാർജ് വരുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി അടിയിൽ കാണിക്കും. അതായത് ഏത് വീക്കിലാണ് ഏത് ഡേറ്റിലാണ് അവൈലബിൾ എന്നുള്ളത്. ഇപ്പോൾ ഈ April 3rd to 9th ഒന്നും അപ്പോയിൻമെൻറ്റ്സ് അവൈലബിൾ അല്ല, എല്ലാം ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് കൊടുക്കുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൊരു ഡേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സെൻറ്റർ വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഡേറ്റ്സ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ മറ്റൊരു സെൻറ്ററിൻ്റെ സെലക്ഷൻ ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ ഡേറ്റ്സ് അവൈലബിൾ ആണോ നോക്കുക. ഇപ്പോൾ അവൈലബിലിറ്റി April 8th കാണിക്കുന്നത്. അപ്പോൾ അവിടെ അവൈലബിൾ കപ്പാസിറ്റി 28 പേർക്കാണ് അന്ന് ഇനി അവൈലബിലിറ്റി ഉള്ളൂ. ഫോർനൂൺ ആണോ ആഫ്റ്റർനൂൺ സെഷനാണോ വേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പ്രിഫറൻസ് പോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് അടിയിൽ കാണുന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ബുക്ക്ഡ് ആവും. ബുക്ക് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ പേജ് വരും. അതിൽ നമ്മുടെ സെൻറ്റർ നെയിമും ഡേറ്റും ടൈമും പ്രിഫറൻസും എല്ലാം കാണും. നമ്മുടെ റെഫറൻസ് ID അതിലുണ്ടാവും. എങ്ങാനും അവിടെ ചെന്ന് ഒരു ID ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ റെഫറൻസ് ID ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ അതിൽ വെച്ചിട്ടുള്ള ID കാർഡ് എന്തായാലും കയ്യിൽ കരുതുക. അടുത്തതായിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് സക്സസ്ഫുൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് വരും. നമ്മുടെ ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. ഈ ഡൗൺലോഡ് ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്കിത് പ്രിൻ്റ് ഔട്ടായിട്ട് എടുക്കാം. പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ കരുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് മിസ്സായിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയിട്ട് ആ ഒരു PDF ഫയൽ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവുന്നത്. അതിൽ ഇൻസ്ട്രക്ഷൻസ് ഭാഗത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇതിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ ID കാർഡ് നമ്മൾ എന്തായാലും കയ്യിൽ കരുതണം. പിന്നെ മറ്റെന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകളുള്ളവരാണ്, മരുന്ന് കഴിക്കുന്നവരാണ്, ചില മെഡിസിനുകളോട് റിയാക്ഷൻ ഉള്ള ശരീരമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കൊണ്ടുപോകണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് പേരുണ്ട്. ഈ രജിസ്ട്രേഷനൊക്കെ വേണ്ടി നോക്കുന്ന ഒരുപാട് പേര്. അവർക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കലവറ വീണ്ടും വരും. അതുവരെ ടേക്ക് കെയർ, ബൈ.